മൈക്കിളിനെ വല്ലതും പറയാനുണ്ടോ? മൈക്കിൾ വിളിക്കുന്നു, വിളിക്കുന്നു. ഇത് ആണ് ഞങ്ങളുടെ മൈക്കിള്. ഇവനാണ് ഞങ്ങളെ റാണി അമ്മൂനെ എന്നും രാവിലെ മേയ്ക്കാൻ കൊണ്ടുവന്നത്. ഇവരെ അഴിച്ചു വിട്ടാൽ മാത്രം മതി. അഴിച്ചു വിടുമ്പോൾ തന്നെ ഇവന് അവരെ കയറെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി അയ്യങ്ങളിലൊക്കെ കൊണ്ട് കെട്ടുകയും തിരിച്ച് ഇടയ്ക്ക് പോയി നോക്കുകയൊക്കെ ചെയ്യും. പുള്ളി അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. റാണിയുടെ കൂടെ എപ്പോഴും അവൻ കൂട്ട്. അമ്മൂനെക്കാട്ടിലും അവന് കാര്യം റാണിയെ. എപ്പോഴും റാണിയുടെ അടുത്ത് അവൻ കൂട്ടുകാരായിട്ട് നടക്കുകയായിരിക്കും എല്ലാം ചെയ്യുന്നത്. തിരിച്ച് ഇടയ്ക്കിടയ്ക്കെല്ലാം അവിടെ പോയി നോക്കും. അവരവിടെ ഉണ്ടോ എന്ന് നോക്കും. ചില ദിവസങ്ങളിൽ ചോറുണ്ണാൻ പോലും അവൻ വീട്ടിൽ വരത്തില്ല. വൈകിട്ട് അവർ വരുമ്പോഴേ അവരുടെ കൂടെ തന്നെ വന്നിട്ട് കയറെ പിടിച്ചുകൊണ്ട് തന്നെ അവൻ തിരിച്ച് വന്ന് അവരെ കെട്ടുന്ന കുറ്റിയിലാണെങ്കിൽ ഇവൻ തന്നെ കയറും കൊണ്ട് വായും കൊണ്ട് തന്നെ കയറ് ചുറ്റി വെക്കുന്ന പതിവ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഇവൻ ഉണ്ടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് പോയി തിരക്കുകയും വേണ്ട അവരവിടെ ഉണ്ടോ ഇല്ലയെന്ന്. വെള്ളം കൊടുക്കാൻ വേണ്ടി മാത്രം നമുക്ക് പോയാൽ മതി. ഈ മൈക്കിളിനെ കിട്ടിയിട്ട് എത്ര ആളായി? മൈക്കിളിനെ കിട്ടിയപ്പോൾ 1 വർഷമായി. പുതുവർഷമായപ്പോൾ 1 വർഷമായി. കഴിഞ്ഞ വർഷം ഇതുപോലെ ഞങ്ങളുടെ ഒരു ബന്ധത്തിലുള്ള ചേച്ചിയുടെ വീട്ടിൽ, വെട്ടിപ്പുറത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇവനെ കൊണ്ടുവന്നത്. ഇവൻ്റെ കുങ്കി എന്നവൻ്റെ അമ്മയുടെ പേര്. ഇവൻ ഏത് ഇനമാണെന്ന് അറിയത്തില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പട്ടിയില്ലാത്തതിന് ഞാനിവിടെ വെറുതെ പോയി നോക്കിയപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോഴാണ് അംഗത്തെ പോലെ തന്നെ വീട്ടിലെ അംഗം തന്നെ പറയുന്ന എല്ലാ കാര്യവും അനുസരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനൊന്നും ഇല്ല. പക്ഷേ ട്രെയിനിങ് കൊടുക്കുക. ഞങ്ങൾ ട്രെയിനിങ് ആണ് കൊടുത്തതല്ല സത്യത്തിൽ. ഇവനെല്ലാം തന്നെ ചെയ്യുന്നതാണ്. അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കണ്ട. പക്ഷേ ഒരാളെ വീട്ടിൽ കയറ്റിരുന്ന് പറഞ്ഞാൽ ഞാൻ കയറ്റത്തില്ല. ആദ്യം വരുവാണെങ്കിൽ മിണ്ടായിരിക്കാൻ പറയുമ്പോഴേ ഇവനെ കെട്ടിയിടത്തില്ല ഞങ്ങൾ. ഇവനെ എപ്പോഴും ഞങ്ങൾ അഴിച്ചിട്ടൊക്കെ കെട്ടിയിടത്തേ ഇല്ല. അവന് ആദ്യം വരുവാണെങ്കിൽ മാത്രമേ ഇവനെ കെട്ടിയിടത്തുള്ളൂ. അതുകൊണ്ട് ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വലിയ കാര്യം ഇവനെ. നമ്മളിന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ടയാണ്. ഇന്നത്തെ മൈക്കിളിനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു വീട്ടിലെ അമ്മു, റാണി എന്ന് പറയുന്ന 2 പശുക്കളെ എരുത്തിൽ നിന്ന് തീറ്റ കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരികയൊക്കെ ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഹോബി. വീട്ടുകാർക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. ഇദ്ദേഹം തന്നെ കൊണ്ടുവരും. അതാണ് ഈ ഒരു വ്യത്യസ്തനായ ഈ ഒരു മൈക്കിളിൻ്റെ കഥ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ആയിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും. ഒന്നിച്ചു കൊണ്ടുപോകത്തില്ല. അതിനൊക്കെ പിടിക്കുന്ന അന്നേരം കൊഴുക സമ്മതിക്കുന്നില്ല. 2 ദിവസം അതിനെ അഴിച്ചു കെട്ടിട്ട് അത് വരാൻ മടിക്കുന്നത്. അവർക്ക് വയ്യ. അറിയാമല്ലേ സമയത്ത് തീറ്റയ്ക്ക് കൊണ്ടുവന്നറിയാം. അത് ആ സമയമാകുമ്പോൾ വന്നു കഴിയും. ഒരു കൗതുകമല്ലേ ആൾക്കാരൊക്കെ എന്തോ പറയുന്നത് കണ്ടിട്ട്. അവർക്കൊക്കെ വലിയ ഇതാ. ഏഴ് മാസം പ്രായമുണ്ട്. ചനയാണ്. അത് കെയർ ചെയ്ത് കൊണ്ടുപോകും മനുഷ്യര്. ഇന്ന് 2 ദിവസമായി എന്നെ ഇറക്കിയിട്ട്. എവിടാ ചാടിപ്പോവും. ഇങ്ങോട്ട് കൊണ്ടുപോകാനാ. വാ. മൈക്കിളെ പോയി പിടിച്ചോണ്ട് വാ. പിടിച്ചോണ്ട് വാ. വീട്ടിൽ കയറ്റ്. വീട്ടിൽ കയറ്റ്. മൈക്കിളെ വിളിച്ചോണ്ട് വാ. റാണി എന്നല്ലേ പേര്? റാണിയെ വിളിച്ച് വീട്ടിൽ കയറ്റ്. പിടിച്ചോണ്ട് പോയി പിടിച്ചോണ്ട് വാ. മൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ നായയാണ്. അവൻ രാവിലെ എരുത്തിൽ നിന്ന് കൊണ്ടുപോകും, മേച്ചിപ്പുറത്ത് കൊണ്ടുപോകും, തിരിച്ചതുപോലെ വൈകിട്ട് കൊണ്ടുവരും. പിന്നെ 2-3 വട്ടം തിരക്കാനത് പോകും. കുട്ടികളടുത്ത് പോയി 3-4 വട്ടം തിരക്കുകയൊക്കെ ചെയ്യും. അത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയത്.
നേരത്തെ ഉള്ളതാണ്. നേരത്തെ ഉള്ള ചെറുപ്പത്തിലേ കൊണ്ടുവന്നത്. അന്ന് നമ്മൾ ഇതിനകത്ത് ഒന്നും ചെയ്യണ്ട, എല്ലാം അത് ചെയ്തു. ചെയ്തോളൂ. മൈക്കിള് രണ്ടെണ്ണത്തിനെയും കൊണ്ടുപോകും. രണ്ടുപേരെയും കൊണ്ടുപോകും. രണ്ടുപേരെ പേരെന്തോ? ഒന്ന് മൂത്തത് അമ്മു. അമ്മു. മറ്റേ റാണി, കൊച്ചിത്തെ റാണി. ഇപ്പം എത്ര വർഷം കൊണ്ടാണ് ഇതിലുണ്ട് മൈക്കിള്? മൈക്കിള് ഇപ്പം ചെറുപ്പം മുതലേ ഉണ്ട്. ഇപ്പോൾ ഒരു 1.5 വയസ്സ്. 1.5 വയസ്സ് തൊട്ട് എടുത്ത് ഉണ്ട്. ഒരു കാവൽക്കാരാ. അവർ കൂട്ടുകാരാ. അപ്പം നമുക്കൊന്ന് കണ്ടാലോ? പോട്ടെ. ഇപ്പം വേറെ ആരെ കൊണ്ട് തൊടിയിക്കത്തില്ല അല്ലേ? തൊടിക്കത്തില്ല. അവരുടെ സ്വന്തം മൈക്കിള്. ആരാ മൈക്കിള്? മൈക്കിൾ എന്തി വേണം കിടക്കുന്നു. കഴിക്കുവോ? കഴിക്കുന്നില്ല. ഇതാണ് നമ്മുടെ മൈക്കിൾ അല്ലേ? അതിൻ്റെ അടുത്ത് ഇരിക്കുന്ന ആരാ? അമ്മു. അമ്മൂനെ റാണി. അമ്മു റാണി. കിട്ടിയത് ഭാഗ്യമാണ് ഞങ്ങൾ പറയുന്നത്. അവനെ കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ നാടൊക്കെ എല്ലാവരും അറിഞ്ഞു. ചിരിച്ചേ ഒരു ഫോട്ടോ എടുക്കട്ടെ. മൈക്കിളെ വിളിക്കുന്നു ചെല്ലതാ.